ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മീഷോയിൽ നിന്ന് 2-3 ഐറ്റംസ് വാങ്ങി അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാൻ നമ്മുടെ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ പ്രാവശ്യം ഞാൻ ചെയ്ത അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിങ്, പക്ഷേ അതെല്ലാം സാധാ കവർ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതത്ര സക്സസ് ആകുന്നില്ലായിരുന്നു. കവർ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണോ അതോ എൻ്റെ ഗ്രാഫ്റ്റിങ്ങിലുള്ള മിസ്റ്റേക്കാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിലായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു, ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 ഐറ്റം കൂടെ വാങ്ങിച്ചു. ഇത് പെർലൈറ്റാണ് കേട്ടോ. നമ്മുടെ അഡീനിയം ചെടിയൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. ഇത് അധികം വെയിറ്റ് ഒന്നുമില്ല, ചെറിയൊരു പാക്കറ്റാണ്. ഇതിന് 87 റുപ്പീസാണ് ഈ ഒരു പാക്കറ്റിൻ്റെ വില വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടേപ്പിന്, ഗ്രാഫ്റ്റിംഗ് ടേപ്പിന് 76 ആണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. 76 ആയിരുന്നു. അപ്പോൾ അത് ഓർഡർ ഡെലിവറി ആകുന്ന സമയത്ത് എനിക്കത് മേടിക്കാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അത് തിരിച്ചു പോയി. പിന്നെ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തപ്പോൾ എനിക്കത് 72-നാണ് കിട്ടിയത്. അങ്ങനെ അതും കിട്ടി. പിന്നെ ഈ സീവീഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. സീവീഡ് ഫെർട്ടിലൈസർ നമ്മുടെ ചെടിക്ക് അപ്ലൈ ചെയ്യുന്നത് കുഴപ്പമില്ല, അത് നല്ല ഇതുണ്ടെന്ന് തോന്നുന്നു. ഗ്രോത്തൊക്കെ, ചെടിക്ക് നല്ല ഗ്രോത്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 3-4 പ്രാവശ്യമായിട്ട് വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സ്പ്രേയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല റിസൾട്ടാണ് കാണുന്നത്. ചില ചെടികളൊക്കെ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാകാറില്ല കേട്ടോ. നമ്മളെ ഏതാണ് നമ്മുടെ താമരപ്പൊട്ടിയിൽ നിന്ന് എടുത്ത ആ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോയും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുട്ടത്തോടിൻ്റെ ഫെർട്ടിലൈസർ ആക്കി വെച്ചിട്ടേ ഉള്ളൂ, അത് ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് അഡീനിയം ചെടികളുണ്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം മഴ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്ന പ്ലാന്റ്സ് വേഗം ഉണങ്ങിപ്പോകാതെ പിടിച്ച് കിട്ടുമെന്ന് തോന്നും. പക്ഷേ ഈ കട്ട് ചെയ്യുന്ന മദർ പ്ലാന്റിൽ നിന്ന് നല്ല ബുഷിയായിട്ട് ബ്രാഞ്ചസ് വരാൻ താമസം ഉണ്ടാകും. ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ വെയിൽ സമയത്ത് കട്ട് ചെയ്ത് വെച്ചൊരു പ്ലാന്റാണ്. അത് നല്ലപോലെ ഹെൽത്തി ആയിട്ട് കിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. ചിലതിലൊക്കെ പൂക്കൾ വരട്ടെ എന്ന് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ പൂക്കൾ വരുന്നതും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല ഇപ്പം. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കിട്ടിയതിൻ്റെ ഇതിൽ ഇപ്പം വേഗം തന്നെ ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ ഈ ആഴ്ച തന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.